കുറച്ച് കാലങ്ങളായിട്ട് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മെസ്സി കേരളത്തിലേക്ക്, അർജന്റീന കേരളത്തിലേക്ക് എന്നുള്ള സംഭവം. അപ്പൊ അതിൽ കുറെ വ്യക്തതകൾ വരുന്നു. അപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ പറയുന്ന സംഭവമൊക്കെ നടന്നിട്ട് കുറെ ആയി. എന്നാലും അതേപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറയുന്നത് എന്താ, അർജന്റീന അവരുടെ പുതിയ മാച്ചുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തു. ചൈനയായിട്ടോ ആരാണ്ടൊക്കെ ആയിട്ട് മത്സരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലേക്ക് മത്സരം അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നോ എന്നും എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടത് ഇത്രയും മത്സരങ്ങളാണ്. അർജന്റീനയ്ക്ക് അടുത്തതായി വരുന്നത് ജൂൺ 6-ാം തീയതി ചിലി ആയിട്ട് മത്സരമുണ്ട്. ജൂൺ 11-ാം തീയതി കൊളംബിയ ആയിട്ട് മത്സരമുണ്ട്. അതിനുശേഷം സെപ്റ്റംബറിലാണ് അർജന്റീനയ്ക്ക് മത്സരം വരുന്നത്. അതായത് അത് വെനൂസിലായിട്ട് സെപ്റ്റംബർ 9-ാം തീയതിയും അതേപോലെ ഇക്വഡോർ ആയിട്ട് സെപ്റ്റംബർ 14-ാം തീയതിയുമാണ് മത്സരം. അപ്പോൾ കേരളത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്ന ഡേറ്റ് ഇതൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്നു എവിടെയെങ്കിലും, ഇപ്പൊ ചൈന ആണെങ്കിൽ ചൈന, എവിടെ ആയിക്കോട്ടെ, മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ നമ്മൾ ഗൂഗിളിൽ അർജന്റീന മാച്ച് എന്ന് മാത്രം ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ മാച്ച് ലിസ്റ്റുകൾ വരും. അപ്പൊ അതിൽ ഈ പറയുന്ന ചൈനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ രാജ്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ കണ്ടത് ഈ 4 രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂൾ കിടക്കുന്നത് ഇക്വഡോർ ആയിട്ടുള്ള മത്സരമാണ്. സെപ്റ്റംബർ 14-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. അപ്പം സമൂഹ മാധ്യമങ്ങളിൽ വിടുന്ന കുറെ ന്യൂസുകൾ അത് എന്തിന്റെ പേരിലാണ്, രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം